വിട്ടുമാറാത്ത മുട്ടുവേദന അനുഭവിക്കുന്ന ആളാണോ നിങ്ങൾ? കാൽമുട്ട് മാറ്റി വെക്കണം എന്ന് നിങ്ങളോട് പല ഡോക്ടർമാരും പറഞ്ഞിട്ട് നിങ്ങൾ അതിന് ഭയന്ന് പേടിച്ചിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അപ്പോൾ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഡോക്ടർ ജ്യോതിപ്രശാന്ത്, കൺസൾട്ടന്റ് ആർത്രോപ്ലാസ്റ്റി ആൻഡ് ആർത്രോസ്കോപ്പി സർജൻ. പണ്ടത്തെ കാലത്ത് നമ്മൾ കാൽമുട്ട് മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ പല ആൾക്കാരും ഭയന്നിരുന്നു. കാര്യം നമ്മളിപ്പോൾ 2023 ജീവിക്കുന്നത്. പണ്ടൊരു 1990-കളിലോ 80-കളിലോ അല്ലെങ്കിൽ 2000-കളിലോ അല്ലെങ്കിൽ ഒരു 10 വർഷം മുൻപ് വരെ ആൾക്കാർക്ക് ഈ സർജറി വളരെ ഭയത്തോടെയാണ് ആൾക്കാർ കണ്ടിരുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിന് ഫെയിലിയർ റേറ്റ്സ് പണ്ട് കൂടുതലായിരുന്നു. കാര്യം ഇതിൻ്റെ ഇംപ്ലാന്റ്സ്, അതായത് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന ഇംപ്ലാന്റുകളും അതിൻ്റെ സാങ്കേതിക വിദ്യയും അത്ര ഡെവലപ്ഡ് അല്ലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളിപ്പോൾ 2023 നമ്മൾ ഇതിൻ്റെ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ടെക്നോളജി വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറിക്ക് ഇന്ന് വളരെയധികം റിസൾട്ട്സ് കൂടുതലായിട്ടുള്ള സമയമാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് നീ റീപ്ലേസ്മെൻറ്റ് ഒരു ദിവസം നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ 1,00,000-ന് മുകളിൽ നീ റീപ്ലേസ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ നീ റീപ്ലേസ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മളെ കാൽമുട്ടിൻ്റെ ഒരു മോഡലാണ്. അപ്പോൾ ഇത് കാലിൻ്റെ തുടയലാണ്, ഇത് താഴെ ലെഗിൻ്റെ ഭാഗത്തുള്ളതിലാണ്. ഈ എല്ലുകൾ തമ്മിൽ ഇടയിലൊരു വാഷർ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നോർമലി നമ്മളൊരു 30-40 വയസ്സുള്ള ഒരാളുടെ മുട്ട് ഇതുപോലെ ഇരിക്കും. പക്ഷേ ഒരു 50-60 വയസ്സാകുമ്പോൾ നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടുമ്പോൾ അതിന് ടയർ തേയുന്നത് പോലെ കുറച്ച് കഴിയുമ്പോൾ ഇതിനിടയിലുള്ള ഈ സാധനങ്ങൾ, അത് ഈ വാഷറുകൾ, ഇതെല്ലാം തേഞ്ഞു പോകും. അപ്പോൾ ഈ എല്ലുകൾ തമ്മിൽ ഒരഞ്ഞൊരഞ്ഞ് ഈ വളവ് വരെയും ഈ എല്ലിന് വേദന വരെയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ വണ്ടിയുടെ ടയർ പോലെ തന്നെയാണ്. വണ്ടിയുടെ ടയർ ഒരുപാട് കൂടുതൽ തേഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ ടയർ മാറ്റി പുതിയ ടയർ ഇടുക എന്നുള്ളത് പോലെയാണ് നമ്മളിത് ചെയ്യുക. ഇതിൻ്റെ ഉപരിതലം മാറ്റിയിട്ട് നമ്മൾ പുതിയ ഒരു കൊബാൾട്ട് ക്രോമിൻ്റെ അല്ലെങ്കിൽ ടൈറ്റാനിയത്തിൻ്റെ അലോയ് ഫിക്സ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ഹൈലി ക്രോസ്ഡിങ് പോളി എത്തലീൻ എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ മുട്ടിൻ്റെ ഒരു ഉപരിതലം മാത്രമേ മാറ്റുന്നുള്ളൂ. മുട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നു എന്നുള്ള ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. മുട്ടിൻ്റെ ആ കോണ്ടാക്ട് സർഫസ് ഏരിയ മാത്രമാണ് നമ്മൾ മാറ്റുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് മുട്ട് മാറ്റി വയ്ക്കുന്ന ഒരു ഉപകരണം അല്ലെങ്കിൽ നീ റീപ്ലേസ്മെന്റ് പ്രോസസ്സസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലുള്ള വീഡിയോ ആണ്. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ എടുത്തൊരു വീഡിയോ ആണിത്. നമ്മൾ റോബോട്ടിക് ആയിട്ടൊരു യന്ത്ര കൈ വെച്ചിട്ട് അതിൻ്റെ ആ ഫീമറൽ കമ്പോണന്റ്, അതിനകത്തുള്ള ഇംപ്ലാന്റിനെ പോളിഷ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണിത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം പ്രിസിഷനിലും ആക്യുറസിയിലാണ് ഇംപ്ലാന്റുകൾ ഡിസൈൻ ചെയ്യുന്നത്. രണ്ടാമത്തെ ഈ വീഡിയോ കാണുന്നത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ഹുഡുണ്ട്. നമ്മൾ തീരെ ഇൻഫെക്ഷൻ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ്. അപ്പം ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇന്നത്തെ കാലത്ത് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ ഇത്രയും നാൾ അർഹിച്ച ഒരു ജ്ഞാനം ആണ് നമ്മളിപ്പോൾ പേഷ്യൻസിന്റെ ഹെൽപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് ഇൻഫെക്ഷൻ ഏതൊക്കെ ആന്റിബയോട്ടിക് കൊടുക്കണം, നമ്മൾ എത്ര സമയത്ത് മുന്നേ കൊടുക്കണം, ഏതൊക്കെ ആന്റിബയോട്ടിക് കൊടുത്താൽ ഇൻഫെക്ഷൻ കുറയാം, പിന്നെ എങ്ങനെ നമുക്ക് വേദന കുറയ്ക്കാം, ഇതിനെയൊക്കെ പറ്റി കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടന്നിട്ട് അതിന്റെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മളിപ്പോൾ ചികിത്സിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിസൾട്ട് വളരെ കൂടുതലാണ്. അതായത് 98.3 അല്ലെങ്കിൽ 98.3% ഇപ്പോൾ നമ്മൾ നീ റീപ്ലേസ്മെന്റിന്റെ ഒരു 10 ഇയർ സർവൈവൽ റേറ്റ് നമ്മൾ പറയുന്നത്. അതായത് ആ പ്രോസസ്സ് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു 98% സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേദന സഹിച്ച് നമുക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. പല ആൾക്കാരും അത് പേടിച്ചിട്ടാണ് നമ്മൾ ആ ഓപ്പറേഷന് മുതിരാത്തത്. പക്ഷെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാൽമുട്ട് മാറ്റി വയ്ക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പലപ്പോഴും പേടി വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ വളരെ കഷ്ടപ്പെട്ട് നടക്കാൻ പറ്റുന്നുണ്ട്, ഇനി ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് റെസ്റ്റ് എടുക്കേണ്ടി വരുമോ, ഞാൻ പിന്നെ കിടപ്പിലായി പോവോ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളാണ് ആൾക്കാർക്കുള്ളത്. അപ്പം മുട്ട് മാറ്റി വയ്ക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ആൾക്കാർക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് വൈകിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മൾ ചില പേഷ്യൻസ് നമുക്കിപ്പോൾ ഒരു 80 വയസ്സിലൊക്കെ നമ്മുടെ അടുത്തേക്ക് എത്താറുണ്ട്. ഒരു 10-15 വർഷമായിട്ട് മുട്ടുവേദന അനുഭവിക്കുന്നവരായിരിക്കും. അവരുടെ മസിൽസ് വളരെ വീക്കായിരിക്കും. അപ്പോൾ ഇത് വേദന കാരണം ഇവർക്ക് നടക്കാൻ പറ്റാണ്ട് ഇവരുടെ മസിൽ വളരെ വീക്കായതിനു ശേഷമാണ് ഇവർ ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോഴാണ് പലപ്പോഴും ഈ കോംപ്ലിക്കേഷൻസ് കൂടുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു 70 വയസ്സ് ആ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ നമ്മുടെ മുട്ടിൻ്റെ തേയ്മാനം ഒരുപാട് കൂടുന്നതിന് മുന്നേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല റിസൾട്ടാണ് പേഷ്യൻറ്റ്. പെട്ടെന്ന് തന്നെ പേഷ്യൻറ്റ് നടത്തിക്കാനും പറ്റും. മിക്കവാറും പേഷ്യൻസിന് നമ്മൾ നീ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം തന്നെ നടത്തിക്കുകയാണ് ചെയ്യുക. അതിനുള്ളിൽ കുറച്ച് ഫിസിയോതെറാപ്പി സപ്പോർട്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സർസൈസുകളും എല്ലാം പഠിപ്പിച്ചു കൊടുത്ത് പേഷ്യൻ്റ് സ്വന്തം കാര്യം ചെയ്യാനായിട്ട് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അവർക്ക് പറ്റും.
പിന്നെ നമ്മൾ ക്രമേണ കുറച്ച് മാസങ്ങൾ കൊണ്ട് ഫുള്ള് റിക്കവറിയിലേക്ക് പേഷ്യൻ്റ് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കാൽമുട്ട് വേദന അനുഭവിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ വേദന സഹിക്കാതെ മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് നീ റീപ്ലേസ്മെന്റ് സർജറി. താങ്ക് യു.